അറബിക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പലായ വാൻഹായ് 503 രക്ഷാദൌത്യം പ്രതിസന്ധിയിലാകുമ്പോഴും കണ്ടെയ്നറുകൾക്കുള്ളിലെ വസ്തുക്കളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാതെ കപ്പൽ കമ്പനി. ചില കണ്ടെയ്നറുകളിൽ വിഷപദാർത്ഥങ്ങളുണ്ടോ എന്ന സംശയത്തിലാണ് ദൌത്യസംഘം. എഞ്ചിൻ റൂമിൽ നിറഞ്ഞ വെള്ളത്തിൽ വിഷപദാർത്ഥങ്ങൾ കലർന്നിട്ടുണ്ടെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തെയും ബാധിക്കും. ആളിക്കത്തുന്ന തീയിൽ കപ്പലിന്റെ ചട്ടക്കൂട ഭാഗികമായി തകർന്നിട്ടുണ്ട്. ജൂൺ 9 തീപിടുത്തമുണ്ടായ വാൻഹായ് 503 1754 കണ്ടെയ്നറുകളിൽ 157 ഹാനികരമായ പദാർത്ഥങ്ങൾ വഹിക്കുന്നതായി കപ്പൽ കമ്പനി മാനേജ്മെന്റ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ വാൻഹായിൽ ജനറൽ കാർഗോയായി രേഖപ്പെടുത്തിയ 1597 കണ്ടെയ്നറുകളിൽ യഥാർത്ഥത്തിലുണ്ടായിരുന്ന ചരക്കിന്റെ വിവരങ്ങൾ കപ്പൽ കമ്പനി ഇതുവരെ അധികൃതർക്ക് നൽകിയിട്ടില്ല. കപ്പലിലെ അണഞ്ഞു തുടങ്ങിയ തീ വ്യാഴാഴ്ച മുതൽ വീണ്ടും ആളിക്കത്തി തുടങ്ങിയതോടെ കപ്പലിന്റെ ചട്ടക്കൂടിന്റെ ചില ഭാഗങ്ങൾ തകർന്നു. കടലിലെ പ്രതികൂല കാലാവസ്ഥയിൽ കപ്പൽ ഏതു നിമിഷവും മുങ്ങുമെന്ന ആശങ്കയിലാണ് രക്ഷാദൌത്യ സംഘം. കപ്പലിലെ കണ്ടെയ്നറുകളിൽ വിഷപദാർത്ഥങ്ങളുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. വിഷപദാർത്ഥങ്ങൾ കപ്പലിലെ എഞ്ചിൻ റൂമിൽ നിറഞ്ഞ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയാലേ വെള്ളത്തിനടിയിൽ മുക്കിവെച്ച് പ്രവർത്തിപ്പിക്കുന്ന പമ്പുകളും ഹോസുകളും ഘടിപ്പിക്കാനാകൂ. കപ്പലിന് സമീപം 2 ടഗുകൾ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വിജയിക്കുന്നില്ല. കനത്ത കാറ്റും മഴയും തിരമാലകളും കപ്പലിനുള്ളിൽ കടന്നുള്ള രക്ഷാപ്രവർത്തനവും അസാധ്യമാക്കുകയാണ്. കപ്പൽ മുങ്ങിയാൽ തീരത്തുണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖല വരുന്ന 200 നോട്ടിക്കൽ മൈൽ ദൂരത്തിന് പുറത്തേക്ക് കപ്പൽ കൊണ്ടുപോകാൻ കപ്പൽ കമ്പനിയോട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആവശ്യപ്പെട്ടിരുന്നു. തീരത്ത് നിന്ന് 88 നോട്ടിക്കൽ മൈൽ അകലെയാണ് നിലവിൽ കപ്പലുള്ളത്. അതേസമയം കപ്പലിന്റെ വോയിസ് ഡേറ്റ റെക്കോർഡർ പരിശോധനയ്ക്കായി എത്രയും പെട്ടെന്ന് കൊച്ചി മർക്കന്റൈൻ മറൈൻ ഡിപ്പാർട്ട്മെന്റ് കൈമാറുമെന്ന് DG ഷിപ്പിംഗ് അറിയിച്ചു. ജനം, കൊച്ചി.